ഇത് അസുഖം പിടിക്കത്തില്ലെന്നാ പറയുന്നത്. നടുവേദന, ഇങ്ങനെയൊക്കെയുള്ള കാൽമുട്ട് വേദന കിടന്നാലേ മുള്ളു കയ്യെ കൊണ്ട് ചോര എടുക്കും. അതിപ്പോ അതിനൊന്നും തന്നെ കൈയെല്ലാം മുറിഞ്ഞില്ലേ? ഓ കൈപ്പം തന്നെ നമ്മൾ മുറിഞ്ഞ ചേച്ചിയുടെ കൊറേ ആൾക്കാർക്ക് കാണുമ്പോ ജോലി ഒന്നും ഇല്ലാതെ ആയിരിക്കും ചില ആൾക്കാർക്ക്. വർഷം ഉപയോഗിക്കത്. അതെ, 35 വർഷമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ഒന്ന് ഉപയോഗിച്ചിട്ട് വീണ്ടും വീണ്ടും വരുമല്ലോ അല്ലേ? അതിന്റെ സുഖം അറിയാവുന്നവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നല്ല ക്ഷമ വേണം ചെയ്യണമെങ്കിൽ. നല്ല ക്ഷമയുള്ള ഒരു പരിപാടിയാണ് ഒരു ചെറിയ പാനെയ്ത്ത് എന്ന് പറഞ്ഞത്. ഇതിന് മാത്രമേ ഉള്ളൂ പുതിയ മെഷീനറീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കൈകൊണ്ട് ഫുള്ള് വർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാമാണ് നമ്മൾ ഫൈനൽ കംപ്ലീറ്റഡ് ആയ നമ്മുടെ തഴപ്പായി, മെത്തപ്പായോ ഒക്കെ മറ്റു കുഞ്ഞുടപ്പ, കടുക്ക്, എല്ലാ ഐറ്റംസും. ഇതിൻ്റെ പല പ്രോഡക്ട്സ് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന സൈസിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ കുറേ മോഡൽസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ തഴ മുതൽ പാ വരെ അതിൻ്റെ ഒരു പ്രോസസ്സാണ് നിങ്ങൾക്ക് കാണിക്കുക. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് എന്തുമാത്രം കഷ്ടപ്പാടുണ്ട്, എങ്ങനെയാണ് തഴയിൽ നിന്ന് പാ എത്തുന്നത്, ആ ഒരു പ്രോസസ്സിങ് A to Z കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ തഴയറപ്പാണ്. അപ്പോൾ തഴയറപ്പ് മുതൽ പാ വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നു വരുന്നു. മാക്സിമം വീഡിയോസ് ഫുള്ള് കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഇതേപോലെ ഐറ്റംസ് വേണമെന്ന് ഇതിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഓൾ ഇന്ത്യ ലെവൽ സപ്ലൈ ഉണ്ട്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക്. ഇന്നത്തെ ദിവസം നമുക്ക് തഴയർപ്പാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ ഫുള്ള് പണ്ടത്തെ കാലത്തൊക്കെ ഇട്ട് ഇപ്പോഴും തഴയാണ് നിൽക്കുന്നത്. ഇപ്പോൾ എല്ലായിടവും മതിലാണ്. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളിൽ ഇത് സംരക്ഷിക്കാനായിട്ട് കുറേ അധികം ആൾക്കാർ ഇതേപോലെ തഴ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ദിവസവും തഴ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നോക്കി കുറേ അധികം വെട്ടി കെട്ടിയേക്കും തഴയാണ്. തഴ ഇതേപോലെ നിറച്ച് മുള്ളാണ്. അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല ഇത് വെട്ടിയെടുക്കുക എന്നുള്ളത്. ഇതെല്ലാം വെട്ടി വെട്ടി കെട്ടുകയാണ്. നമ്മൾ രാവിലെ തന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഫുള്ള് തഴയർപ്പാണ് ചേച്ചി പറയാം. ഇന്നത്തെ വഴി ഫുള്ള് തഴയർപ്പാണ്. ഇത് നമുക്ക് എത്ര പായ്ക്കുള്ള കിട്ടും? ഇന്നത്തെ നമ്മൾ ഒരു ദിവസം അറുത്ത് കഴിഞ്ഞാൽ ഫുള്ള് 10 പാട താഴെ കിട്ടും. 4 ചേച്ചിമാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുള്ള് അറുത്ത് കഴിഞ്ഞാൽ 10 പായ്ക്കുള്ള താഴെ കിട്ടും. മെത്തപ്പായാണോ നോർമൽ മെത്തപ്പായ്ക്ക് അല്ലേ? മെത്തപ്പായ്ക്ക്. ഈ തഴയുടെ പ്രത്യേകത എന്താ ചേച്ചി പറയാം? സുഖമാണ്. പെൺതഴക്കല്ലേ? ചെറിയ ടൈപ്പ്, ഒരുപാട് വളരത്തില്ല, ചെറിയ ടൈപ്പ് നിൽക്കുകയാണ്. ആൺതഴ ആകുമ്പോൾ വലിയ ലെങ്കിൽ വരും അല്ലേ? ഭയങ്കര ഹൈറ്റിൽ പോകും. ഇത് താഴത്തെ എല്ലാം വെട്ടിക്കളയാണ്, ഇതൊന്നും എടുക്കത്തില്ല അല്ലേ? കുറച്ച് താഴെ കിട്ടുള്ളൂ. ഇതിനകത്ത് മുള്ളു ഇതെല്ലാം അത്ര സുഖമല്ലല്ലോ അല്ലേ? നല്ല പാടാണ് ഈ മുള്ളിനകത്തൂടെ. കയ്യുറയൊന്നും ഇല്ലല്ലോ ആർക്കും. ഇത് എക്സ്പീരിയൻസ് ആയി. മുള്ളു കൊള്ളത്തില്ലേ? ബുദ്ധിമുട്ടാണ്. കൈയെല്ലാം ചേച്ചിയുടെ കയ്യിൽ മുറിഞ്ഞ് പൈസ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് നമ്മള് എടുക്കുന്നത്. ഇതെല്ലാം വള്ളിയെല്ലാം പറിച്ച് കളയുക. എന്നിട്ട് നല്ല നോക്കിയിട്ട് ഇതേപോലെ കൂട്ടി കൂട്ടി വെക്കും. എന്നിട്ട് ഒരു കെട്ടാക്കി നമ്മൾ കെട്ടി വെക്കും. അല്ലെ എത്ര കെട്ട് കിട്ടുമായിരിക്കും നമുക്ക് ഫുൾ ടൈം നിന്നാ? 10 കെട്ടോ? 10 കെട്ടോളം നമുക്കിന്ന് ഇവിടുന്ന് കിട്ടും. നമ്മളിപ്പോ ഈ തഴയെല്ലാം കെട്ടിയതിനു ശേഷം അടുത്ത പ്രോസസ് എന്താ? അടുത്തെന്താ ചെയ്യുന്നത്? പോന്തും. ഇതിന് മുള്ള് കളഞ്ഞെടുക്കും അല്ലേ? മുള്ള് കളഞ്ഞതിന് ശേഷം പിന്നെ കീറി എടുക്കണം. കീറിയതിന് ശേഷം വെള്ളം തിളപ്പിച്ച് അതിനകത്തിട്ട് പുഴുങ്ങിയെടുക്കണം. അതിന് നല്ല രീതിയിൽ വെന്ത് അത് ഉണക്കണം. പിന്നെ വെള്ളത്തിലിടണം, പച്ചവെള്ളത്തിലിടണം. പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേന്ന് രാവിലെ ഊറ്റി ഒഴിക്കണം. പിന്നെ വീണ്ടും നല്ല വെള്ളം ഒഴിക്കണം. നല്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു 10-11 മണിയാകുമ്പം എടുത്ത് പുറത്തിടണം. ഉണക്കണം. പുറത്തിടണം. വെള്ളം തോരുമ്പം പിന്നെ നമ്മൾ അഴിച്ച് നിരത്തിയിടണം. നിരത്തി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അന്ന് ഉണങ്ങത്തില്ല, പിറ്റേന്നേ ഉണങ്ങത്തുള്ളൂ. പിന്നെ വേണം ഇത് നൂത്ത് നല്ല രീതിയിൽ ഉണക്കിയതിനു ശേഷം നൂത്തെടുത്ത് പാ തുടങ്ങുന്നത്. നമുക്ക് എല്ലാ പ്രോസസ്സും ഈ വീഡിയോയിൽ കാണാം. അപ്പൊ ആദ്യത്തെ പ്രോസസ്സ് നമ്മളിപ്പം തഴ വെട്ടിയെടുക്കുകയാണ്. ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങളുണ്ടോ നമുക്ക് ഈ തഴ വെട്ടിയെടുക്കണം? ഇപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ മതിലായി കുറവാണ്. ഇപ്പൊ എല്ലായിടം മതില കണ്ടിത് കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. ഇനി തഴ കെട്ടുന്ന പരിപാടിയാണ് നടക്കുന്നത്. നമ്മൾ ഇതുവരെ വെട്ടിയെടുത്ത തഴകള് കെട്ടുന്ന പരിപാടി കാണാം. ഇതുപോലെ ഓല വെച്ചിട്ടാണ് എടുത്ത് വെക്കുന്നത്. കയ്യിൽ മുള്ളു കയറാതിരിക്കാൻ വേണ്ടിട്ട് അല്ലേ? എന്നാലും അവിടെ ഇടയ്ക്ക് കൊള്ളും. മൊത്തം മുള്ളാണ്. ഇതൊക്കെ 3 സൈഡിലും മുള്ളാണ്. എവിടെ തൊട്ട് കഴിഞ്ഞാലും മുള്ളാണ്.
വേറെ വെട്ടിയ തലകളെല്ലാം കൂടെ ഒരു കെട്ടാക്കുകയാണ്. നമ്മളിവിടുന്ന് എങ്ങനെ കൊണ്ട് വണ്ടി വിളിച്ചു കൊണ്ടുപോയി? ഇപ്പൊ വണ്ടി വിളിക്കാനേ പറ്റും, അല്ലാതെ ഇത് ചുമന്നുകൊണ്ട് പോകാനൊക്കത്തില്ല. ബുദ്ധിമുട്ടാണ്. പണ്ടെല്ലാവരും ഇതുപോലെ കെട്ടി ചുമന്നു കൊണ്ടുപോകല്ലേ, കെട്ടി കൊണ്ടുവച്ചിട്ടാണ് ചെയ്യാറ്. നമുക്ക് ഒരു കെട്ടിനായില്ലേ? ഒരു കെട്ട്. അണ്ടില്ലാ കൊണ്ടുപോകുന്ന തഴയെല്ലാം കെട്ടി ഒരു സൈഡിലേക്ക് റെഡിയാക്കി വെക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ മുള്ള് കളയുന്നതാണ് കേട്ടോ. നമ്മൾ ഇതേപോലെ കെട്ടി വെക്കുന്ന ഈ സൈഡിലെല്ലാം നമ്മൾ വെട്ടിയേക്കുന്നതാണ്, വെട്ടി ഒതുക്കി വെച്ചേക്കുന്നതാണ്. നമ്മളിപ്പോൾ രാവിലെ തൊട്ട് കെട്ടിയിട്ടേക്കുന്ന കുറേ തഴകളാണ് കത്തിരിക്കുന്നത്. ആ, തണല് നോക്കിയിരിക്കണം ചേച്ചി വരെ. ഇരിക്കുന്നതെല്ലാം കെട്ടിയതാ, ഇന്ന് രാവിലെ ഇപ്പൊ പെട്ടിയെടുത്തതാണ്. ഈ നൂല് വെച്ചിട്ടാണ് അത് മാറിയിട്ടൊരു നൂലല്ലേ, ചെറിയ ടൈപ്പ് നൂല്. ഈ നൂല് വെച്ചിട്ടാണ് മുള്ള് കളയുന്നത്. മുള്ള് കളയാൻ വേണ്ടി എടുക്കുന്നത്. ചകിരി നാരായിരുന്നു പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? ഇപ്പൊ ഇച്ചിരി കുറച്ചുകൂടെ എളുപ്പം കിട്ടുമെന്ന് തോന്നുന്നില്ല ഇത് വെച്ചാക്കി കഴിഞ്ഞാൽ, പെട്ടെന്ന് പൊട്ടിപ്പോത്തില്ല. അത് എങ്ങനെയാ ചേച്ചി കെട്ടുന്നത്? എങ്ങനെയാ ചേച്ചി കെട്ടുന്നത് കാണിക്കുന്നത്? പണ്ടെന്ന് വെച്ചാൽ ഇത് അമ്മമാരൊക്കെ ഓരോന്നും കണ്ടുപിടിച്ചല്ലേ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനെ വന്ന് പിന്നെ ഈ മീൻകാരൊക്കെ നീണ്ടാരെ പോയിട്ട് വന്ന് ഈ നൂല് കൊണ്ടുവരും. അങ്ങനെ പിന്നെ അമ്മമാര് അതെടുത്ത് നോക്കി ചെയ്യാൻ തുടങ്ങിയാന്ന് ഇങ്ങനെ ഓരോ കണ്ടുപിടുത്തമില്ല. ഇത് ചൂണ്ടനൂലാണല്ലേ? ഇത് ചൂണ്ടനൂലല്ല, അല്ലാതെ ഇതിന് വേണ്ടി ചൂണ്ടനൂല് ഇതിന് പറ്റത്തില്ല. വലയുടെ നൂലാണല്ലേ? എല്ലാ ചേച്ചിമാരും ഇത് പോന്താൻ വേണ്ടിയിട്ടുള്ള റെഡിയാക്കാണ്. നാലിന്റെ എല്ലാം റെഡി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളു പരിപാടി അല്ലേ? ഇത് വെച്ചിട്ട് നമ്മള് മുള്ളു കളി കണ്ട ചേച്ചി പണി തുടങ്ങിയിട്ടുണ്ട്. ആടായിരിക്കല്ലേ? ഒരു താഴെ തന്നെ 3 സൈഡിലും കളയണം അല്ലേ? ചേച്ചി പതുക്കെ ചേച്ചി പതുക്കേണ്ട ഒരു സൈഡിലേക്ക്. ആ ഒരു മുള്ളു മൊത്തം നാണ്ട് പോവാണ്. ഒരു സൈഡിലെ കഴിഞ്ഞു, അടുത്ത സൈഡിലേം കഴിഞ്ഞു. ഇനി സെന്ററിലേ ഉണ്ടല്ലേ? ഇച്ചിരി പിച്ചി കാണാം അല്ലേ? അപ്പം മുള്ളെല്ലാം കളഞ്ഞ തഴ ഇങ്ങനെ ഇരിക്കും. ഉള്ളു പോയിട്ടുണ്ട്. ഇതേപോലെ 2 ലെയർ വന്നു. ഇനിയിപ്പോ ഇത് എങ്ങനെ ഇതും വീണ്ടും ചെറുതാക്കുവോ? എത്ര ചെറുതാക്കും ഇതിപ്പോ? തലയുടെ അനുസരിച്ച് ഇവിടെ വരുമ്പോ ഇത് കണ്ടോ ഒരു തേയ്മാനം ഉണ്ടെങ്കിൽ ഈ പുളി ഞാൻ കളയും. നല്ലത് മാത്രമേ അതിന് 2 എണ്ണം കിട്ടി. 2 എണ്ണം. ഇത് ഇച്ചിരി കഷ്ടപ്പാടാണ്ട്. ഇതിപ്പോ ഈ നമുക്ക് ഒത്ത് കിട്ടത്തില്ല. നല്ലത്. ഇത് പിന്നെ വേണേ നമുക്ക് എടുത്ത് കെട്ടാൻ 4 പോലെ എടുക്കാം. 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. 4 എണ്ണം കിട്ടാം. അങ്ങനെയാണ് ചേച്ചിമാരെല്ലാം പണി തുടങ്ങിയിട്ടുണ്ട്. ഇത് എത്ര സമയം എടുക്കും നമുക്കിത് ഒരു പാക്കേജ് കെട്ടി കഴിയണമെങ്കിൽ 4 പേര് ഇരുന്നാല്? നമ്മള് ഒരു ദിവസം കൊണ്ട് പിന്നെ 10 പാട തഴ ഉണ്ടാക്കും ഞങ്ങൾ 3-4 പേര്. 4 പേര്. നല്ല തഴയായിരിക്കില്ലേ? തഴ കൊള്ളത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. തഴ നമ്മളെ ജോലി ചെയ്യിപ്പിക്കുന്നത്. തഴ മോശമാണ്. നെയ്യുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാണല്ലേ ഇത് ആക്കി എടുക്കുന്നത്? മുള്ളു കയ്യെ കൊണ്ട് ചോര എടുക്കും. കൈയെല്ലാം മുറിഞ്ഞില്ലേ? കൈപ്പം തന്നെ നമ്മൾ മുറിഞ്ഞ ചേച്ചിയുടെ ബ്ലഡ് തുടങ്ങി. കൊറേ ആൾക്കാർക്ക് കാണുമ്പോ ജോലി ഒന്നും ഇല്ലാന്ന് ആയിരിക്കും ചില ആൾക്കാർക്ക്. എത്ര വർഷം ഉപയോഗിക്കത്? അതെ, 35 വർഷമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. 35 വർഷമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ കിട്ടാനില്ലല്ലോ, നമ്മള് വളരെ അടിപൊളിയൊക്കെ കൊടുക്കുന്നുള്ളു. ഇല്ല, ഇനി ആർക്കും ഇതുപോലെ ബുദ്ധിമുട്ടാൻ വയ്യാത്ത രീതിയിലാണ്. തഴ കിട്ടാനില്ലല്ലോ ഇപ്പൊ എല്ലാവരും മതിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം മുള്ളു കഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് ഇനി വീണ്ടും ചെറുതാക്കി
പുഴുങ്ങിയെടുക്കണം. പൊളിയാക്കി പുഴുങ്ങിയെടുക്കും. പൊളിയാക്കുന്ന ചെറിയ ചെറിയ പീസാക്കും അല്ലേ? ഒരു പിടി, ഒരു പായയുടെ കണക്കാക്കി ഒരു പിടി ആക്കാം. കാണിച്ചില്ലേ? അതേപോലെ ചെറിയ 4 എണ്ണം. ഒരെണ്ണത്തിന് നമുക്ക് 4 എണ്ണം കിട്ടിയായിരുന്നു. അങ്ങനെ റെഡിയാക്കി വെക്കണം. നമ്മളെല്ലാം മുള്ള് കളയുന്ന തിരക്കിലാണ്. മുള്ള് തഴയുടെ മുള്ള് മാത്രമാണ് കളത്തിരിച്ചേക്കാണ്. മൂടി വെച്ചിട്ട് മുള്ളുകളെല്ലാം ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും എങ്ങും കാണാനില്ല അല്ലേ? ആർക്കും എവിടെ നോക്കിയാലും പണ്ടത്തെ കൂട്ട് തഴയൊന്നും ഇല്ല. തഴ കഴിയുന്നത് അതായിരുന്നല്ലോ മെയിൻ ഇവിടുത്തെ അല്ലേ വരുമാന മാർഗം. വക ഇതായിരുന്നു. തഴ പാവിറ്റിട്ടായിരുന്നു. അന്ന് ചന്ത തന്നെ ഉണ്ട് അതില്. നമുക്ക് തഴയിലൊക്കെ ചന്ത തന്നെ ഉണ്ടായിരുന്നു. വൈകിട്ട് എന്നും അടുത്ത സാധനങ്ങൾ വാങ്ങല്ലേ. പാവ് വെക്കുക, നമുക്ക് വേണ്ട മീന് പച്ചക്കറി ഐറ്റംസ് എല്ലാം വാങ്ങാം. എല്ലാം ഉണ്ടായിരുന്നു. അടുത്തുള്ള വീട്ടുകാരെല്ലാം സാധനം മേടിച്ചോണ്ട് വന്ന് വേവിച്ച് പരിപാലിക്കുമ്പോഴത്തേക്ക് പാവ് വിറ്റ് കഴിയും. അങ്ങനെ നല്ലൊരു മാർക്കറ്റായിരുന്നു. ഇപ്പം എല്ലാം അന്യം നിന്ന് 10 രൂപയ്ക്കൊക്കെ ആയിരുന്നു ഒരു മെത്തപ്പായ്ക്കല്ലേ? ഞങ്ങളുടെയും കാലത്തിന് മുൻപ് 10 പൈസയ്ക്കോ നാണയോ? നാണയത്തിന് 20 പൈസ. 4 25 പൈസ. 50 പൈസയൊക്കെ ഉണ്ട് നമ്മുടെ ഓർമ്മയില്. ഒരു പായ്ക്ക്, ഒരു മെത്തപ്പായ്ക്ക് കുറെ കാലം വരെ ഉണ്ടായിരുന്നു. നമ്മള് ആ തുമ്പുവാന്ന് ഇതായിരുന്നു കൊടുക്കുന്നത്. മെത്തപ്പായല്ല, അവര് കൊണ്ടുപോയി പിന്നെ അത് മെത്തപ്പായ ആക്കും. നമ്മൾ വീടാന്തോറും കെട്ടുണ്ട് വീട്ടുകളിലൊക്കെ. കെട്ടാൻ സെപ്പറേറ്റ് കൊടുക്കും. നമ്മള് നീതം കൊണ്ട് കൊടുക്കുമായിരുന്നു. നമുക്ക് കാശ് തരും. പിന്നെ വീട്ടുകാർ മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മെത്തപ്പായാക്കി പിന്നെ കൊടുക്കും. കുതിരപ്പന്തി ചന്തയെന്ന് വെച്ചാൽ ഭയങ്കര ചന്തയാണ്. തഴവയിൽ കുറ്റിപ്പുറം ഉണ്ടായിരുന്നല്ലേ ചന്ത? കുറ്റിപ്പുറത്തും ഉണ്ടായിരുന്നു. കുതിരപ്പന്തിയായിരുന്നു. അവിടുന്ന് തന്നെ മെത്തപ്പായ എടുക്കുക, അല്ലെ പായ എടുക്കുക, അടുത്ത സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോവാ. ഈ പായായിട്ട് മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തേക്ക് നല്ലപോലെ പോകുന്നുണ്ടായിരുന്നു പായായിട്ട്. അപ്പൊ ഇവിടെ തന്നെ കിട്ടാനില്ല. അപ്പം പിന്നെ അങ്ങോട്ട് പോകുന്ന പിന്നെ ചോദിച്ചു വരുന്നുണ്ട്. ഇത് അസുഖം പിടിക്കത്തില്ലെന്നാ പറയുന്നത്. നടുവേദന, ഇങ്ങനെയൊക്കെയുള്ള കാൽമുട്ട് വേദന കിടന്നാലേ കോഴിക്കോട്ടൊക്കെ ഇതിന് പറയുന്ന അച്ചിപ്പ മെത്തപ്പായ്ക്ക്. കല്യാണത്തിന് വിരുന്നുകാര് എപ്പോഴും പുതിയ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഇടാൻ വേണ്ടി കൊടുക്കണം. അങ്ങനെ അവര് വാങ്ങിക്കുന്നുണ്ട് കല്യാണമൊക്കെ വരുന്ന സമയത്ത് അച്ചിപ്പ. അതൊന്നും ഉപയോഗിച്ചിട്ട് വീണ്ടും വീണ്ടും വരുമല്ലോ അല്ലേ? അതിന്റെ സുഖം അറിയാവുന്നവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ ഒരു ഇരുമ്പാണ് സ്പെഷ്യലായിട്ട് നമ്മൾ താഴെ ഇറക്കാട് ഉപയോഗിക്കുന്നത്. അതിന്റെ പ്രത്യേകത തന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മൾ നല്ല രീതിയിൽ വളഞ്ഞിരിക്കണം അല്ലെ? എല്ലാ ചേച്ചിയും നല്ല രീതിയിൽ വളഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരേ മോഡൽ ഇരുമ്പാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ വെട്ടിയ മുള്ളാണ് ഫുള്ള്. ഇത് വെട്ടിയെടുത്ത് താഴെ കുറച്ച് മുള്ള് കളഞ്ഞ് തഴ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. നല്ല മുള്ള് കളഞ്ഞ് തഴയായിട്ട് ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു. അടുത്തപ്പം തഴയുടെ കീറി എടുക്കുവാണ് അല്ലെ? നമ്മൾ മുള്ള് കളഞ്ഞ തഴയിൽ നിന്നിട്ട് പായ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പൊളിയാക്കി എടുക്കുകയാണ്. ഇനി ഇതാണ് നമ്മൾ കെട്ടി പുഴുങ്ങാൻ ഉപയോഗിക്കുന്നത് അല്ലേ? ഒരു പിടിയാകുമ്പോ നമ്മൾ അത് കെട്ടി വെക്കും അല്ലേ? കുറച്ചേ ഉള്ളൂ. മൊത്തത്തില് നമ്മൾ നല്ലൊരു കെട്ടാക്കിയിട്ട് വേണം പുഴുങ്ങിയെടുക്കാനായിട്ട്. അല്ല, ഈ നൂല് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നില്ല. ആ നൂല് വെച്ചിട്ടാണ് മുള്ള് കളയുന്നതും അതുപോലെ ചെറിയ ചെറിയ പുളിയാക്കുന്നതും. ആ ഒരു നൂല് വെച്ചിട്ട് തന്നെയാണ്. പണ്ട് നമ്മൾ ചകിരിയായിരുന്നു, അത് മാറിയിട്ട് പതുക്കെ ഇപ്പം നൂലായിട്ടുണ്ട്. അല്ല, വേറെ നെയ്യാന് വേറെ ഒന്നും മെഷീനറീസ് ഇല്ലല്ലോ. ഇതിന് മാത്രമേ ഉള്ളൂ മെഷീനറീസ് ആവാതെ. ഫുള്ള് ഇല്ല, പറ്റത്തില്ല. എല്ലാം ഫുള്ള് A to Z കാര്യങ്ങളും ഹാൻഡ് വർക്കാണ് ഇതില്. വേറെ തഴ ഇറക്കുന്നത് മുതൽ നെയ്ത് കെട്ടി പായാകുന്ന വരെ ഫുള്ള് ഹാൻഡ് വർക്കാണ്. ഒരു മെഷീനറീസ്. അതെ, എത്ര ദിവസമായിട്ടാണ് ചേച്ചിമാര് ഉണക്കി പായ്ക്ക് തഴയായി വരാനായിട്ട്
എന്നിട്ട് വേണം നമ്മൾ ഇരുന്ന് നെയ്യാനായിട്ട് നെയ്യ് കെട്ടാൻ വേണ്ടിയാണ് അല്ലേ ചേച്ചി? ആ തെങ്ങിന്റെ പച്ചവെള്ളിയാണ് അതിന്റെ മടലിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇതിനകത്താണ് കെട്ടി കെട്ടി വെക്കാറുള്ളത് പുഴുങ്ങാനായിട്ട് അല്ലേ. ഇത് കെട്ടിയതങ്ങ് പിടിയാണ് പുഴുങ്ങുന്നത്. അപ്പൊ ഈ ഒരു തഴ ചേച്ചി പാ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പുളിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പുറ സൈഡിൽ. എല്ലാവരും അതേപോലെ അവരുടെ കയ്യിലുള്ള തഴ ചെറിയ പുളിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കെട്ടായിട്ടുണ്ടല്ലേ. ഈ ഒരു കെട്ട് നമ്മൾ വെള്ളത്തിൽ പുഴുങ്ങിയെടുത്ത് ഉണക്കി എല്ലാം വീണ്ടും 2 വെള്ളത്തിൽ കഴിയും അല്ലേ ചേച്ചി? 2 വെള്ളത്തിൽ പുഴുങ്ങി വൃത്തിയാക്കി എടുത്ത് ഊറ്റി ഒഴിച്ച് എടുത്തിട്ടാണ് നമ്മൾ നെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലും പണി തീർന്നിട്ടില്ല. നമ്മൾ ഇവിടെ ഇപ്പം നമ്മൾ കുറേ മുള്ള് കളഞ്ഞിട്ടേക്കുന്നതാണ്. ഇതിനിപ്പം ഇതേപോലെ ചെറിയ ചെറിയ പുളിയാക്കി എടുക്കണം. ഇതിൽ നിന്നൊക്കെ തന്നെ ഇത് പൊട്ടും മുള്ളില്ലാതെ കിടക്കുന്ന തഴയാണ്. ഇത് വീണ്ടും കീറി 1, 2, 3 ഒക്കെ ആക്കിയിട്ട് പുളിയാക്കി എടുക്കും. നമ്മളിതിപ്പോൾ പുഴുങ്ങിയെടുക്കുകയാണ് വലിയ കലത്തിൽ. ഇതിൽ എത്ര കെട്ട് കാണും? 2 കെട്ട്. 2 കെട്ടേ ഉള്ളൂ. 2 പിടി. 2 പിടിയാണ് നമ്മൾ ഇത്രയും വലിയൊരു കലത്തിൽ മണിക്കൂറോളം ഇട്ട് പുഴുങ്ങുന്നത്. നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി കിട്ടത്തുള്ളൂ അല്ലേ? നല്ല രീതിയിൽ വെന്ത് എടുക്കണം. അങ്ങനെ 2 പിടി വെച്ചിട്ട് നമ്മൾ പുഴുങ്ങി എടുത്തിട്ടാണ് ഇനിയിപ്പം 2 വെള്ളത്തിൽ മാറ്റി കഴുകിയെടുത്ത് ഉണക്കാൻ എടുക്കുന്നത്. എങ്ങനെ? ഓ, നമ്മളിങ്ങനെ കുത്തി എടുത്തോണ്ടിരിക്കണം. തിരിച്ചു കൊടുക്കണം. എല്ലാ സൈഡും നല്ല രീതിയിൽ നിങ്ങൾ കാണുന്നത് തഴ പുഴുങ്ങുന്നതാണ്. നമ്മൾ നേരത്തെ മുന്നേ കണ്ട കെട്ടില്ല, ആ കെട്ട് 2 കെട്ട് ഈ ഒരു കലത്തിൽ നിറച്ച് വെള്ളമാണ്. വലിയ കലമാണ്. നിറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ട് അതിനകത്തിട്ട് പുഴുങ്ങിയെടുക്കുകയാണ്. മണിക്കൂറോളം നമ്മൾ വേവിച്ചിട്ട് തീ കത്തിക്കണം. തീ കത്തിച്ചിട്ട് ഇങ്ങനെ കുത്തി ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു സൈഡ് ഒരു നിറം മാറുമ്പം മാറ്റി എടുക്കണം. ഇതിന് ശേഷം നാളെ ഇത് 2 വെള്ളത്തിൽ കഴുകിയിട്ടാണ് ഇനി ഉണക്കാനായിട്ട് ഇടുന്നത്. അപ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു നല്ല വൈറ്റ് കളർ താഴെ ഇതൊക്കെ നിറം മാറിയിട്ട് ഒരു പായയുടെയൊക്കെ കളറ് നമുക്കൊരു തഴയാകുമ്പോഴേ എത്തുള്ളൂ. അതിന് ശേഷം ഒരു പ്രോസസ്സുണ്ട്. അത് നൂത്തെടുക്കണം. ഇതൊന്ന് ചുരുണ്ടിരിക്കും. ആ ചുരുണ്ട തഴ നമ്മൾ നോക്കുന്ന തന്നൊരു പ്രോസസ്സാണ്. അതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു നെയ്യിൽ തുടങ്ങാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ പുറത്തേക്ക് മാറ്റുകയാണ്. തണുക്കണം അല്ലേ? ഇനി തണുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യത്? വെള്ളത്തിൽ വെച്ചേക്കും ഒരു ദിവസം. ഇത് നല്ല രീതിയിൽ തണുത്തിട്ട് നമ്മൾ വീണ്ടും ഇതെടുത്ത് ഒരു കല നിറച്ച് നല്ല ശുദ്ധമായ വെള്ളം വെച്ചിട്ട് അതിനകത്ത് പുളി കളയാനായിട്ട് അല്ലേ? പുളി കളയാനായിട്ട് നമ്മൾ വീണ്ടും വെച്ചേക്കും. നമ്മളിപ്പോൾ ഇപ്പൊ കൊണ്ടുവന്നത് വെള്ളത്തിലേക്ക് ഇടുകയാണ്. രണ്ട് കെട്ട്, 3 കെട്ടിൽ 2 കെട്ടേ ഉള്ളത്. 2 കെട്ട് വെള്ളത്തിൽ തിളച്ച വെള്ളത്തിലേക്കിട്ട് നല്ല രീതിയിൽ തൊട്ടും പുറത്തേക്ക് വരാതെ കുത്തിത്താത്തിട്ട് നല്ല പ്രസ്സാക്കി വെക്കുകയാണ്. എന്നിട്ട് അടച്ചു വെക്കും അല്ലെ? ആവി വേവിച്ച്. ഇതിന് സൈഡിൽ നമ്മൾ ഇലയപ്പമൊക്കെ വെച്ചിട്ടൊരു മണം വരുന്നുണ്ട്. ഇല പിഴിഞ്ഞിട്ട് നെല്ലിൻ്റെ ആവി ഉണ്ടല്ലോ. ഇലയുടെയൊക്കെ വരുമ്പോൾ ഒരു കളർ വ്യത്യാസം ഉണ്ടല്ലോ, അതേപോലൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിന് തണുത്തതിന് ശേഷം നല്ല ശുദ്ധമായ വെള്ളത്തിൽ 2 ദിവസം ഫുൾ അതിനകത്ത് വെച്ചേക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ചരുവം നിറച്ച് വെള്ളമായിട്ടുണ്ട്. അപ്പം പുഴുങ്ങി തണുത്തിട്ടുള്ള തഴ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. 2 കെട്ടാണ് നമ്മൾ പുഴുങ്ങിയത്. അത് തണുത്തതിന് ശേഷം നമ്മൾ ശുദ്ധമായ നല്ല വെള്ളത്തിൽ വീണ്ടും മണിക്കൂറോളം 2 ദിവസമായിട്ട് നമ്മളിതിൽ തന്നെ വെച്ചേക്കും. അപ്പോൾ പുളി കളഞ്ഞിട്ട്, അതായത് ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് ഫുൾ വെള്ളത്തിൽ വെച്ചതിന് ശേഷം ഇത് നമ്മൾ ഉണക്കാനായിട്ട് കൊണ്ടുപോവാണ്. എടുത്തു എങ്ങനെയാണ് ഉണക്കുന്നതാണ് നല്ല രീതിയിൽ കുടഞ്ഞ് ഒന്നുകൂടെ മുക്കിയെടുക്കും വെള്ളത്തിൽ. അതിന് ശേഷം നമ്മൾ ഉണക്കാനായിട്ട് കൊണ്ടുപോവാണ്. എങ്ങനെയാണ് ഇത് ഉണക്കുന്നത് തന്നെ കാണാൻ പോലെ. കടലിൽ മണ്ണിലിടാതെ നമ്മളിപ്പോൾ ഓലയുടെ പുറത്തേക്കാണ് കുത്തനെ നിർത്തുന്നത് അതില്ലേ? ഇതേപോലെ ഇങ്ങനെ കുത്തി നിർത്തി അതിൻ്റെ വെള്ളമെല്ലാം
പോകണം. ഒരു ദിവസം ഫുള്ള് നമുക്ക് ഇങ്ങനെ നിർത്തിയേക്കാം. അതിനുശേഷം അടുത്ത ദിവസത്തേക്ക് നൂത്തിടാം. അങ്ങനെ കുത്തി വെച്ചിരുന്ന നമ്മൾ വീണ്ടും എടുക്കുകയാണ്. ഇനി അഴിച്ചിടണം. അപ്പം വെള്ളം എല്ലാം തോന്ന് നല്ല രീതിയിൽ ക്ലിയർ ആയതിനു ശേഷം നമ്മൾ ഇനി അഴിച്ചിട്ട് വീണ്ടും ഉണക്കണം. അങ്ങനെ വീണ്ടും നമ്മൾ കുറച്ച് ഓലയൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ തഴ കെട്ട് ഇപ്പോഴാണ് പൊട്ടിക്കുന്നത് നമ്മൾ. ഇതിന് 2 ദിവസം ഉണക്കമുള്ളതാണ് അല്ലേ? 3 ദിവസം വേണം. നല്ല വെയിലുണ്ട്. 3 ദിവസം ഇതിട്ട് നമ്മൾ ഉണക്കിയതിന് ശേഷം അമ്മ അന്നേരത്തേക്ക് നല്ല വെള്ള കളർ കിട്ടും. അതിനുശേഷം നെയ്യാൻ തുടങ്ങും. നെയ്യാൻ പിന്നെ നോക്കണം, പിന്നെ തണുക്കാൻ വേണ്ടിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ട്. നമ്മള് വെള്ളം തളിച്ചിട്ട് തലയിട്ടിട്ട് ചാക്ക എന്തെങ്കിലും നനച്ചതിന്റെ പുറത്തിട്ട് അത് തണുക്കുമ്പോ ഓരോന്നെടുത്ത് നൂത്തെടുക്കണം. എന്നിട്ട് നൂത്തിട്ട അത് നല്ല ചൂടത്തിരുത്. അത് ഡയറക്റ്റ് നൂക്കാൻ പറ്റത്തില്ല, പൊടിഞ്ഞു പോകും. നല്ലോണം ഉണങ്ങിയ ശേഷം വീണ്ടും തണുക്കാൻ 2-3 ദിവസം എടുക്കണം. ഓക്കെ, ശരി. ഇപ്പൊ നമ്മളിത് 3 ദിവസം 4 ദിവസം ശേഷം നമുക്കിനി കാണാം. നമ്മളങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴുങ്ങി ഉണക്കിയതിന് ശേഷമുള്ള പ്രോസസ്സാണ് ഇനി കാണാൻ പോകുന്നത്. ഇപ്പം ഈ തഴയെല്ലാം വെയിലത്തിട്ട് ഉണങ്ങുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അങ്ങ് കയറി അങ്ങ് ചെറുതായിട്ട് ചുരുണ്ട് പോകും. ഇതിപ്പോ ചുരുളൻ തഴയാണ് അല്ലേ? നല്ല രീതിയിൽ ചുരുണ്ടത് പാടാണ്. ആദ്യം കൈകൊണ്ട് നൂത്തെടുക്കും. അതിനുശേഷം നമ്മള് പിച്ചാത്തി എടുക്കും. ചെറിയ പിച്ചാത്തി എടുത്തിട്ട് അത് വലിയ പാട. കയ്യെ നഖം വേണം, നഖം പോയാൽ വലിയ പാടാണ്. ഇങ്ങനെ നൂത്ത് ഓരോ തഴ. ഇനിയിപ്പം നെയ്യാനുള്ള പാകമായി അല്ലേ? അപ്പുറത്തേക്ക് സൈഡിലേക്ക് മാറ്റി. പിന്നെ താണ്ട വേറൊരു തഴയുണ്ട്, അത് ഇച്ചിരി എളുപ്പം നോക്കാം. അതിന്റെ ഈ മലർപ്പം തഴ അത് വലിയ ചൂടത്തില്ല, എളുപ്പം നമുക്ക് നൂത്തെടുക്കാം. ഇതിനെ നൂത്ത് എടുത്തതിന് ശേഷം നമ്മൾ ഒരു സെറ്റായിട്ട് കെട്ടി വെക്കും അല്ലേ? ഇത് നൂത്തയാണോ വെച്ച് ഇവിടെ ഇരിക്കുന്നില്ല? അത് മുറുത്തര. ഇത് മുറുത്തര ഈ നെയ്ത് വരുമ്പോ മുറിച്ചെടുക്കും. അവസാനം മുറിച്ച് കളയുന്നത്. ഇത് നൂത്ത് വെച്ചേക്കുന്ന തന്നെയായിരുന്നു. ഇതേ ഉള്ളു. ഇതൊക്കെ ഇച്ചിരി പാടാണ് ചുരുണ്ടിരിക്കുന്നത്. അത് ആ നെയ്ത് എടുക്കുന്ന ഈ ചേച്ചിക്ക് കൊടുക്കും അല്ലേ? ആ ചേച്ചി അവിടെ ഇരുന്ന് നെയ്യാണ്. അപ്പൊ നെയ്ത് നമ്മള് നൂത്ത് വെച്ചേക്കുന്ന കെട്ടുകളാണ് ഈ കാണുന്നത് അല്ലേ ചേച്ചി? ഇതെല്ലാം സമയങ്ങളെടുത്ത് ഇതേപോലെ ഇതുപോലെ ചുരുണ്ട തഴ നൂത്ത് വെച്ചിട്ടാണ്. 2 വ്യത്യാസം നോക്ക്. ഇത് നല്ല നൂത്ത് വെച്ചേക്കുന്ന തഴയാണ്. ഇത് നല്ല ഇതിൽ ചുരുണ്ടിരിക്കുന്ന ഓരോ തഴകളും കൈ കൊണ്ടെടുത്ത് സമയമെടുത്ത് നൂത്ത് ഇങ്ങനെ ചെറിയ കെട്ടാക്കി വെക്കും. ഈ കെട്ടിയെന്നാണ് ഈ ചേച്ചി ഇവിടെ ഇരുന്ന് ഓരോന്ന് നെയ്ത് പോകുന്നത്. നല്ല സമയം, നല്ല ക്ഷമയും ഇല്ല, നല്ല ക്ഷമ വേണം ചെയ്യണമെങ്കിൽ. നല്ല ക്ഷമയുള്ള ഒരു പരിപാടിയാണ് ഒരു ചെറിയ പാനെയ്ത്ത് എന്ന് പറഞ്ഞത്. ഇപ്പോൾ പുതിയ തലമുറ ആരും ഇതിലേക്ക് വന്നിട്ടില്ല. പുതിയ മെഷീനും ഇല്ലല്ലോ. ബാക്കി എല്ലാത്തിനും മെഷീനിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിന് മാത്രം അറിയത്തില്ല. ഇതിന് മാത്രമേ ഉള്ളൂ പുതിയ മെഷീനറീസ് ഇറങ്ങാതെ ഇപ്പോഴും കൈകൊണ്ട് ഫുള്ള് വർക്ക്. ഇത് പറ്റത്തില്ല. ഇത് നമ്മൾ വീണ്ടും പ്രത്യേകിച്ച് സൈഡ് വെച്ച് കെട്ടും. 2 പാ തമ്മിൽ കെട്ടുന്നത്. പിന്നെ ഇതുകൊണ്ട് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഇപ്പൊ ഒരു ലെയറാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരൊക്കെ യോഗ മാറ്റിലൊക്കെ ഇരിക്കാം. ഈ തടുക്കിലൊക്കെ പിന്നെ ഒരാളായാലും കുഴപ്പമില്ല. ചെറുതായോണ്ട് ഒരാൾ മതി, അല്ലെങ്കിൽ 2 പേര് വേണ്ടി വരും. ആരെങ്കിലും ഒരാളുണ്ട് പറയല് നമുക്ക് എളുപ്പം. നമ്മളിപ്പം കാണാൻ പോകുന്നത് ഇതിന്റെ മൂല കെട്ടുന്നതാണ് കേട്ടോ. ചെറിയ ടൈപ്പ് തടുക്കിന്റെ 2ന്റെയും ജോയിന്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണാൻ പോകുന്നത്. ഇത് മെത്തപ്പ എന്ന് പറയുമ്പോൾ തന്നെ അറിയില്ല, 2 പായാണ്. 2 പാകൾ തമ്മിൽ ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ കൈകൊണ്ട് സൂചിക്ക് നൂലെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, തഴ തന്നെയാണ് അല്ലേ ചേച്ചി? ഇത് ഏതിട്ട് അത് അതിന്റെ ചുരുണ്ട തഴ തന്നെ എടുക്കും. ചുരുണ്ട തഴ എടുത്താണ് ഇതേപോലെ ഇതേപോലെ ഫുള്ള് ഈ ഒരു പാട 4 സൈഡ് നമ്മൾ കെട്ടിയെടുക്കണം. ഇതേപോലെ മെത്തപ്പ 2 ലെയറായിട്ട് കെട്ടിയെടുത്തതിന് ശേഷം പിന്നെ കളർ ഇട്ട് കെട്ടും അല്ലെ? കളർ താഴെ ഇട്ടിട്ട് ആദ്യം വെള്ളത്തടക്ക് കെട്ടും. പിന്നെ അപ്പൊ അത് ഡബിൾ കെട്ട് എന്ന് പറയുന്നത് അല്ലേ? ഡബിൾ കെട്ട്. ഇത് നമ്മൾ ഡബിൾ കെട്ടാണ്. ഡബിൾ കെട്ടും ഉണ്ട്, സിംഗിൾ കെട്ടും ഉണ്ട്. ഡയറക്റ്റ് നമ്മൾ കളറിൽ കെട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ കെട്ട് എന്ന് പറയും ഇല്ലേ ചേച്ചി? ഇതിപ്പോ നമ്മള് സിംഗിളിന് ഒറ്റ കളർ ഇട്ട് ഒറ്റ കളർ ഇട്ട് ചെയ്യും. ഇത് ഡബിളിന് 2 കളർ. നമുക്ക് ഇതേപോലെ കളർ മുക്കാത്ത താഴെയും കളർ മുക്കിയ താഴെയിട്ടാണ് ചെയ്യുക. സൂചി നൂലൊന്നുമല്ല, ഫുള്ള്
തഴ തന്നെയാണ് ഇതിനകത്ത് ഫുള്ള് വർക്ക് വരിക. ഇങ്ങനെയാണ് തഴയുടെ സൈഡ് കിട്ടുന്നത്. എന്നിട്ട് കളർ കിട്ടുമ്പോഴാണ് ഫൈനൽ സ്റ്റേജിലേക്ക് വരിക. ഫൈനൽ സ്റ്റേജ് പ്രോഡക്ട്സ് നമ്മുടെ ഷോപ്പിലിരിപ്പുണ്ട്, നമ്മൾ കാണിക്കാം. പിന്നെ ഇതെല്ലാം നമ്മൾ കുറെ ഐറ്റംസ് ഇങ്ങനെ തഴ കൊണ്ടുണ്ട പേഴ്സ്, പെൻസിൽ ബോക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിന്റെ ടോപ്പിലെല്ലാം ഇതിന്റെ ഇത് വെച്ച് കവർ ചെയ്യും അല്ലേ? പിന്നെ പേഴ്സ്, പെൻസിൽ ബോക്സിനാണോ ഇത്? പേഴ്സ് ആണ്. പേഴ്സ് എല്ലാം തഴ കൊണ്ട് ഫുൾ തഴ. പിന്നെ കാർഡ്ബോർഡിന്റെ പുറമെ തഴ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള പെൻസിൽ ബോക്സ്, ബാഗ്, ബോർഡ് ഇതെല്ലാം ഉള്ളിൽ വെച്ചിട്ടാ ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് നമുക്ക് വസ്തുക്കൾ വീടിന്റെ ആവശ്യത്തിലേക്കുള്ള ഐറ്റംസ് തഴ കൊണ്ട് ചെയ്യാറുണ്ട്. കാർഡ്ബോർഡ് അല്ലേ, പ്രകൃതിദത്തമായ ഐറ്റംസ് കൊണ്ടാണ്, നാച്ചുറൽ പ്രൊഡക്ട്സ് വെച്ചാണ് ഫുള്ള് ചെയ്യുന്നത്. നമ്മളിപ്പോൾ തഴ കിട്ടുന്ന പറഞ്ഞാൽ ഫുള്ള് ഈ ഒരു നൂല് വെച്ചിട്ട് ഈ ഒരു എൻഡ് മുതൽ അങ്ങ് ഏറ്റവും മേലെ നിന്ന് കെട്ടി കഴിയണം. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഇതിപ്പോ സിംഗിൾ കട്ടാണ്, സിംഗിൾ ലെയർ. ഒരു വ്യത്യാസമാണ്. നല്ല ഡിസൈനിലാണത് നെയ്ത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കെട്ടിന്റെ ഡിസൈൻ വരിക. ഡബിൾ കെട്ട് കളർ തടയ്ക്കതിന് ഇതിനകത്തൂടെ ഇതിനകത്ത് വേറെ കുരുക്കും അല്ലേ? ഇതിപ്പോ സിംഗിൾ അന്നേരം ഈ പായ കുത്തുണ്ട. അപ്പൊ നമുക്ക് ഈ പിണിയെ കൂടെ കൊരുത്താണ് ഇതിങ്ങനെ ഫുള്ള് ലെയറിൽ ഇങ്ങനെ രണ്ട് പായ ഇങ്ങനെ ഫുള്ള് ഇതുപോലെ നേടിയതിനു ശേഷം ഇതിന്റെ പുറത്തൂടെ കളർ ഇട്ട് കിട്ടും. ഇനിയിപ്പം ആ കളർ ഇട്ടൂടെ കെട്ടി കാണിക്കാം എങ്ങനെയാണ് ഫൈനൽ ലുക്കിലേക്ക് വരുന്നത്. ഇപ്പം ഇത് കളർ മുക്കിയിട്ടുള്ള ഒരു തഴയാണ്. അതിന്റെ പരുവത്തിന് കീറി എടുക്കണം. ഇതിനകത്തൂടെ നമുക്ക് ഇത് രണ്ടാക്കി അല്ലേ? രണ്ടും ചിലത് മൂന്നാക്കി എടുക്കാനും വീതി കൂടി തഴയാണെങ്കിൽ പൊട്ടി പോകാതിരിക്കാനാ മഴ. ഇതിന്റെ പുറത്തോടെ കളർ ഇട്ട് കെട്ടാണ്, കളർ താഴെയിട്ട്. അപ്പോഴാണ് ഫൈനൽ ലുക്കിലേക്ക് എത്തുന്നത്. നമ്മൾ ഒരു കെട്ടിയതിന്റെ പുറത്തൂടെയാണ് കിട്ടുന്നല്ലേ? അപ്പൊ ഇത് പായ കുത്തണ്ട, ഇങ്ങനെ കൊരുത്ത് കൊരുതാണ്ട് ഈ വാരത്തിൽ കൂടെ കൊരുത്ത് ഇങ്ങനെ എടുക്കും. ഇതാണ് പായല് ഡബിൾ കെട്ട്. പായല് ഡബിൾ കെട്ട്. സിംഗിൾ കെട്ടും ഉണ്ട്, ഡബിൾ കെട്ടും ഉണ്ട്. ഡബിൾ കെട്ടിനാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടല്ലേ, കുറച്ചും കൂടെ കൂടുതൽ കാലം ഈട് വെക്കുന്നത് ഡബിൾ കെട്ട് പാളായിരിക്കും. പിന്നെ അതിന്റെ ഭംഗിയിലേക്ക് എത്തിയ ഫൈനൽ ലുക്കിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 4 സൈഡിലേക്ക് വരുമ്പോഴത്തേക്കാണെങ്കിൽ ഫുള്ള് ലുക്ക് കിട്ടും. നല്ല ഭംഗിയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്ത് സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ഫൈനൽ ലുക്കിലേക്ക് ആ ഒരു പായത്തുണ്ട്. ഇത് ഇങ്ങനെ ഫുള്ള് നമ്മൾ ചെയ്യും. ഇത് 4 സൈഡിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിലുള്ള അങ്ങനത്തെ ഒരു മെത്തപ്പ റെഡി. നമ്മളിപ്പോൾ പാ കൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുകയാണ്. ഇത് പെൻസിൽ ബോക്സ് ആണ്. അപ്പോൾ ഇതുണ്ട്, മൊത്തം ഇത് കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡിന്റെ പുറത്ത് നമ്മൾ നല്ല ഭംഗിയിൽ പല കളേഴ്സിൽ മുക്കി നെയ്തെടുത്തിരിക്കുന്ന തഴപ്പായാണ്. ഇതെങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കെട്ടി മെഷീന് തയ്യലുണ്ട്. മെഷീനിൽ നൂലിട്ട് തയ്ക്കും. ബോർഡിന്റെ അളവിന് ഇങ്ങനെ ഒടിവ് ചെയ്തിട്ട് ഈ ഒടിവുക്കിടെ ഇങ്ങനെ തയ്ച്ചെടുക്കും. തയ്ച്ചിട്ട് ഇത് തിരിച്ചിടണം. ഇതിപ്പോ നല്ല വശം അകത്ത്. അപ്പൊ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ തിരിച്ചിട്ടിട്ട് പിന്നെ ഇതിനകത്ത് കവർ ചെയ്യും. ഇത് പുറത്തൂടെ തുണി അതുപോലെ കണ്ട് ഇങ്ങനെ തുണി പക്ഷെ അകത്തൂടെ ഇങ്ങനെ ഒരു തയ്യൽ. ഇത് ഈ കാർഡ്ബോർഡ് കാണാതിരിക്കാൻ വേണ്ടിട്ട് അകത്തോട് ഇട്ടു. അപ്പൊ ഇതിന്റെ ഐറ്റംസ് എല്ലാം നമ്മൾ ഫൈനൽ പ്രോഡക്ട്സ് ഇരിപ്പുണ്ട്, ഞാൻ കാണിക്കാം. അപ്പൊ ഇങ്ങനെയാണ്. ഇതുപോലെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. പേഴ്സ്, ബാഗ്, സ്കൂൾ ബാഗ്, വൈൻ ബോട്ടിൽ, ഫയൽസ്, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ ഇത് തഴകൊണ്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഐറ്റംസും നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇതെല്ലാമാണ് നമ്മൾ ഫൈനൽ കംപ്ലീറ്റഡ് ആയ നമ്മുടെ തഴപ്പായും മെത്തപ്പായും മറ്റു കുഞ്ഞുങ്ങളുടെ കടുക്ക് എല്ലാ ഐറ്റംസും ഇപ്പം നമ്മൾ ചേച്ചിമാർ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഫൈനൽ പ്രൊഡക്ട്സ് ആണ്. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പായാണ്. കുഞ്ഞുങ്ങളുടെ പാന തടുക്ക്, അതിനെക്കാട്ടി കുറച്ചും കൂടി സൈസ് കുറഞ്ഞാണ് ഇത് തടുക്ക്. ഇത് നമുക്ക് വരുന്നത് കുഞ്ഞുങ്ങളുടെ പായാണ്. ഇത് കുറച്ച് വലിയ കുഞ്ഞുങ്ങളുടെ പാ വരുന്നു. പിന്നെ ഇത് വരുന്നത് നമുക്ക് യോഗ മാറ്റ്സ് ആണ്. യോഗ മാറ്റും വരുന്നുണ്ട്, നമുക്ക് നിസ്കാരപ്പായം വരുന്നുണ്ട്. രണ്ടിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 2 മോഡൽസ് വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് യോഗ മാറ്റായിട്ടും നിസ്കാരപ്പായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വരുന്നൊരു ടൈപ്പാണ്. ഇത് വലിയ മെത്തപ്പായാണ്, ഒത്തിരി കിടക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തപ്പ മോഡൽസാണ്, വലിയ ടൈപ്പ്. ഇതും
നമുക്ക് മെത്തപ്പ തന്നെയാണ് വലിയ മോഡൽസിൽ വരുന്നത്. ഇത് നമുക്ക് 3 ടൈപ്പിലുള്ള തഴപ്പ, സിംഗിൾ ലെയറിൽ വരുന്ന തഴപ്പ. നമുക്ക് 3 ക്വാളിറ്റീസിലും ഭയങ്കര നല്ല സൈസിലാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള തഴപ്പകളാണ് നമുക്കിത് 3 വരുന്നത്. 6 അടി 5 അടി, 6 അടി 5 അടി, 4 അടി 5 അടി, അങ്ങനെ പല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി തഴപ്പകളും പിന്നെ കുറഞ്ഞ ടൈപ്പ് തഴപ്പകളും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ലെയർ ഫുള്ള് കാണുന്നത്. ഇത് തലേണിയാണ് കേട്ടോ. നമുക്ക് തടകൻ ഫുള്ള് നിർത്തിയ തലേണി. ഇതൊക്കെ തന്നെ ചെറിയ നമുക്ക് ചായ കോഫിയൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ചെറിയ മോഡൽസ് വരുന്നതാണ്. ഇതിൻ്റെ 2 മോഡൽസ് വരുന്നുണ്ട്. പിന്നെ ചെറിയ ബോക്സ് ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വൈൻ ബോട്ടിൽ, വാട്ടർ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ ബാഗ് ഐറ്റംസ്, വലിയ ബാഗ്, പേഴ്സ്, പിന്നെ നമുക്ക് ഫ്ലവർ ബോക്സ്, ഇതെല്ലാം വെള്ളം നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനൊക്കെ ഉള്ള ബോട്ടിൽസാണ്. ചെറിയ ചെറിയ ബോക്സ് ഐറ്റംസ് നമുക്ക് അതിൽ ഐറ്റംസ് ഒക്കെ ഇട്ടുണ്ട്. പിന്നെ ചെറിയ പേഴ്സ്, അങ്ങനെ പല മോഡൽസുള്ള പേഴ്സ് എല്ലാം ഉള്ള കുറേ അധികം പ്രൊഡക്ട്സാണ് നമുക്ക്. ഇതൊക്കെ പെൻസിൽ ബോക്സ്. ഇതിൻ്റെ പല പ്രൊഡക്ട്സ് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന സൈസിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ കുറേ മോഡൽസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ എന്ത് ഐറ്റംസ് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടായാലും നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ട് വരുന്നത്. ഇത് പുതിയകാവ് ചക്കുവള്ളി റോഡാണ്. പുതിയകാവ് ചക്കുവള്ളി റോഡിൽ അരമത്തോടം ജംഗ്ഷൻ മുന്നായിട്ട് നമ്മൾ അമൃത് ബാറിൻ്റെ കുറച്ച് മാറിയിട്ട് രാജധാനി ബിൽഡിംഗ് ഉണ്ട്. രാജധാനി ഫൈനാൻസിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ് നമ്മുടെ ഔട്ട്ലെറ്റ്. ഇത് നമുക്ക് ഈ ഒരു ബോർഡ് കാണാൻ സാധിക്കും. റോഡ് സൈഡിൽ തന്നെ വരുമ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ലെറ്റ്. ഇതാണ് നമ്മുടെ ബിൽഡിങ്. അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ഔട്ട്ലെറ്റ് കേട്ടോ. ഈ വഴി പോകുന്നവർക്ക് നിങ്ങൾക്ക് എപ്പോഴായാലും നമ്മുടെ ഔട്ട്ലെറ്റിൽ കയറാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.